നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഭിന്നശേഷിക്കാർക്ക് സർക്കാർ സ്വകാര്യ മേഖലയിൽ തൊഴിൽ സഹായം പദ്ധതിയുമായി ബഹ്റൈനിൽ ഭിന്നശേഷിക്കാർക്ക് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്ഥിരമായ തൊഴിൽ സഹായം നൽകാനുള്ള നിർദ്ദേശവുമായി തൊഴിൽ മന്ത്രാലയം. ഭിന്നശേഷിക്കാരെ കമ്പനി നിയമിച്ചാൽ ആദ്യ 2 വർഷം ജീവനക്കാരുടെ മുഴുവൻ ശമ്പളവും സർക്കാർ നൽകുന്നതാണ് പദ്ധതി. ഇത് സംബന്ധിച്ച നിർദ്ദേശം പാർലമെന്റിന്റെ പ്രത്യേക സമിതിയുടെ പരിഗണനയിലാണ്. ഭിന്നശേഷിക്കാർക്കും മറ്റുള്ളവർക്കും അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതിക്ക് തൊഴിൽ മന്ത്രാലയം രൂപം നൽകിയിരിക്കുന്നത്. ഭിന്നശേഷിക്കാരെ ജോലിക്ക് എടുക്കാൻ ചില തൊഴിലുടമകൾ വിമുഖത കാണിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം ജീവനക്കാരുടെ 2 വർഷത്തെ ശമ്പളം സർക്കാർ നൽകുന്നതിനുള്ള നിർദ്ദേശം മന്ത്രാലയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജീവനക്കാർ ജോലി മാറിയാലും ശമ്പളത്തിന്റെ 75% സർക്കാർ നൽകും. ഇത് സംബന്ധിച്ച നിർദ്ദേശം തൊഴിൽ മന്ത്രാലയം പാർലമെന്റിൽ സമർപ്പിച്ചു. ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും അവരുടെ കഴിവുകൾ വിവിധ മേഖലയിൽ വിനിയോഗിക്കാനും പുതിയ നിർദ്ദേശത്തിലൂടെ കഴിയുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കി ബഹ്റൈൻ. ക്രിമിനൽ നിയമത്തിൽ ഭേദഗതി വരുത്തി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെയും മന്ത്രിസഭയുടെ അംഗീകാരത്തെയും തുടർന്നാണ് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഒരാളുടെ അശ്രദ്ധ കാരണം മറ്റൊരാളുടെ മരണത്തിന് കാരണമായാൽ തടവോ പിഴയോ ചുമത്താം. സാധാരണ ശിക്ഷ 2 മുതൽ 5 വർഷം വരെ തടവോ 2000 മുതൽ 6000 ദിനാർ വരെ പിഴയോ ആയിരിക്കും. തൊഴിൽപരമായ അശ്രദ്ധ, ലഹരി ഉപയോഗം അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ശിക്ഷ കൂടുതൽ കർശനമാക്കും. അശ്രദ്ധ മൂലം ഒരാൾക്ക് ശാരീരികമായ പരിക്കുകൾ സംഭവിച്ചാൽ 1 വർഷം വരെ തടവോ 200 ദിനാർ വരെ പിഴയോ ശിക്ഷയായി ലഭിക്കാം. പുതിയ നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ദിവസം മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും ഇത് നടപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കും. ഫിൻടെക് ഫോർവേഡ് 2025 മൂന്നാം പതിപ്പിനായി ബഹ്റൈൻ ഒരുങ്ങുന്നു. 2025 ഒക്ടോബർ 8-9 തീയതികളിൽ ഫിൻടെക് ഫോർവേഡ് മൂന്നാം പതിപ്പ് എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ നടക്കും. ഭാവിയിലേക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടുകളുമായും വിശാലമായ സാമ്പത്തിക സംവിധാനങ്ങളുമായും സാമ്പത്തിക സാങ്കേതിക വിദ്യയുടെ വർദ്ധിച്ചു വരുന്ന സംയോജനത്തെ പ്രതിഫലിപ്പിക്കുന്ന സംയോജനത്തിന്റെ യുഗം, ഫിൻടെക്കിന്റെ പക്വതയുള്ള പ്രായം എന്ന വിഷയത്തിലാണ് ഈ വർഷത്തെ പതിപ്പ് നടക്കുന്നത്. വ്യവസായ നേതാക്കളും വിദഗ്ധരും നിയന്ത്രണം, സംയോജനം, നിലനിൽക്കുന്ന സുസ്ഥിര സ്വാധീനം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. നിക്ഷേപ പ്രവാഹങ്ങൾ, ഡിജിറ്റൽ അസറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രീൻ ഫൈനാൻസ്, വളർന്നുവരുന്ന വിപണികൾക്ക് അനുയോജ്യമായ സ്കെയിലബിൾ ക്രോസ് ബോർഡർ പേയ്മെന്റ് ചട്ടക്കൂടുകൾ എന്നിവയെക്കുറിച്ചുള്ള വിഷയങ്ങൾ ചർച്ചകളിൽ ഉൾപ്പെടുത്തും. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവസന്തം 1500 ICF മീലാദ് ക്യാമ്പയിന് തുടക്കം.
പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ICF ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിന് തുടക്കമായി. തിരുവസന്തം 1500 എന്ന ശീർഷകത്തിൽ നടക്കുന്ന ക്യാമ്പയിൻ പരിപാടികൾ സെപ്റ്റംബർ 30 വരെ നീണ്ടുനിൽക്കും. ക്യാമ്പയിനിന്റെ ഭാഗമായി റീജിയണൽ യൂണിറ്റ് ഘടകങ്ങളിലായി സ്നേഹസംഗമം, മീലാദ് ഫെസ്റ്റ്, മൊബൈൽ മൗലിദ്, മദീന ഗാലറി, മാസ്റ്റർ മൈൻഡ്, ഡെയിലി ക്വിസ്, മിഡ് നൈറ്റ് ബ്ലൂം, മദ്ഹ് റസൂൽ കോൺഫറൻസ് എന്നിവ നടക്കും. റബീഉൽ അവൽ 1 മുതൽ സെപ്റ്റംബർ 4 വരെ നീണ്ടുനിൽക്കുന്ന പ്രതിദിന പ്രവാചക പ്രകീർത്തന സദസ്സുകൾ ബഹ്റൈനിലെ 15 കേന്ദ്രങ്ങളിലായി നടക്കും. സെപ്റ്റംബർ 4 മുതൽ 14 വരെയുള്ള ബഹ്റൈനിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന മദ്ഹ് റസൂൽ സമ്മേളനങ്ങളിൽ പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ICF നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നാഷണൽ ക്യാബിനറ്റ് പരിപാടികൾക്ക് അന്തിമ രൂപം നൽകി. ഹെമദ് ടൗൺ മീലാദ് ആഘോഷം സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. ICF ബഹ്റൈൻ ആഭിമുഖ്യത്തിലുള്ള ഈ വർഷത്തെ മീലാദ് ആഘോഷങ്ങൾക്ക് ഹെമദ് ടൗൺ റീജിയനിൽ ഒരുക്കമായി. തിരുവസന്തം 1500 എന്ന ശീർഷകത്തിൽ സെപ്റ്റംബർ 30 വരെ നീണ്ടു നിൽക്കുന്ന മീലാദ് ക്യാമ്പയിനിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വിപുലമായ സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. രക്ഷാധികാരികൾ ആരിഫ് തങ്ങൾ, നിസാർ സഖാഫി, ചെയർമാൻ ഇബ്രാഹിം സഖാഫി, ജനറൽ കൺവീനർ ഷിഹാബുദ്ദീൻ സിദ്ദിഖി, ഫിനാൻസ് കൺവീനർ ഫിറോസ് ഹാജി എന്നിവരാണ്. സ്വാഗത സംഘം മൗലിദ്, മജ്ലിസ്, മീലാദ് ഫെസ്റ്റ്, അന്നദാനം, വോളണ്ടിയർ പ്രചാരണം തുടങ്ങിയ വിവിധ സമിതികൾക്കും രൂപം നൽകി. ക്യാമ്പയിനിന്റെ ഭാഗമായി റീജിയണൽ തലത്തിലും യൂണിറ്റിലുമായി നിരവധി മൗലിദ് സദസ്സുകളും, മദ്ഹ് റസൂൽ പ്രഭാഷണം, ഫാമിലി മീലാദ് മീറ്റ്, കുട്ടികളുടെ കലാപരിപാടികൾ, മീലാദ് ഫെസ്റ്റ്, മധുര പലഹാര വിതരണം എന്നിവ നടത്തപ്പെടും. വിവിധ പരിപാടികളിൽ പണ്ഡിതന്മാർ, അറബി പ്രമുഖർ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. സെപ്റ്റംബർ 13 ശനി രാത്രി 9:30 ഹെമദ് ടൗൺ ഫാത്തിമ ഷാക്കിർ ഹാളിൽ വെച്ച് നടക്കുന്ന മദ്ഹ് റസൂൽ സമ്മേളനത്തിൽ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി മുഖ്യ പ്രഭാഷണം നടത്തും. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം പ്രവാസി മലയാളികളുടെ അഭിമാനമായി മാറിയ മഹാഗായകൻ ശ്രീ P. ജയചന്ദ്രന്റെ സ്മരണാർത്ഥം ശ്രാവണം 2025-നോടനുബന്ധിച്ച് 2 പ്രധാന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആദ്യ പരിപാടി കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന പേരിൽ ഗാനമേളയാണ്. ശ്രീ ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഗാനവിരുന്ന് 2025 സെപ്റ്റംബർ 5-ാം തീയതി തിരുവോണ ദിനം വൈകിട്ട് 7 മണിക്ക് BKS ഡയമണ്ട് ജൂബിലി ഹാളിൽ അരങ്ങേറും. പ്രശസ്ത ഗായകൻ ശ്രീ പന്തളം ബാലൻ, ശ്രീ രവിശങ്കർ, ശ്രീമതി പ്രമീള എന്നിവർ സംഗീത വിരുന്നിന് നേതൃത്വം നൽകും. പ്രശസ്ത ഗാന നിരൂപകനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ രവി മേനോൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. രണ്ടാമത്തെ പ്രധാന പരിപാടി BKS ജയചന്ദ്രൻ അവാർഡ് 2025 എന്ന സംഗീത മത്സരമാണ്. ശ്രീ ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി 4 പ്രാഥമിക റൗണ്ടുകളും ഒരു ഗ്രാൻഡ് ഫിനാലെയും ഉൾപ്പെടുന്ന മത്സര പരമ്പരയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പുരുഷ സ്ത്രീ വിഭാഗങ്ങൾക്കായി പ്രത്യേക മത്സരങ്ങളും പ്രേക്ഷക വോട്ടിനെ അടിസ്ഥാനമാക്കി ഓഡിയൻസ് ചോയ്സ് അവാർഡും ഫൈനലിൽ ഉണ്ടായിരിക്കും. ഗ്രാൻഡ് ഫിനാലെ 2025 ഓഗസ്റ്റ് 23-ന് BKS ഡയമണ്ട് ജൂബിലി ഹാളിൽ അരങ്ങേറും. ജയചന്ദ്രന്റെ കലാജീവിതത്തോട് അല്പമെങ്കിലും നീതി പുലർത്തണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗാനമേളയ്ക്കൊപ്പം അവാർഡ് മത്സരവും സംഘടിപ്പിച്ചതെന്ന് സമാജം പ്രസിഡന്റ് ശ്രീ PV രാധാകൃഷ്ണപിള്ളെ അഭിപ്രായപ്പെട്ടു. സാധാരണ അനുസ്മരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സംഗീതാസ്വാദകരുടെ ഹൃദയത്തിലേക്കുള്ള ഒരു പ്രത്യേക യാത്രയാണ് ശ്രാവണം 2025 എന്ന് ജനറൽ സെക്രട്ടറി ശ്രീ വർഗീസ് കാരക്കൽ കൂട്ടിച്ചേർത്തു. ജയചന്ദ്രന്റെ ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നടത്തുന്ന മത്സരം സമാജത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. പ്രാഥമിക റൗണ്ടുകളുടെ വിജയത്തിന് പിന്നാലെ ഫൈനലും ഗാനമേളയും വലിയൊരു ആഘോഷമാകും. കലാവിഭാഗം സെക്രട്ടറി റിയാസ് ഇബ്രാഹിം അഭിപ്രായപ്പെട്ടു. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം.
കനോലി നിലമ്പൂർ കൂട്ടായ്മ ആദരവ് നൽകി. ജീവകാരുണ്യ കലാ സാംസ്കാരിക രംഗത്തെ ബഹ്റൈനിലെ പ്രമുഖ സംഘടനയായ കനോലി നിലമ്പൂർ കൂട്ടായ്മ ഹ്രസ്വ സന്ദർശനത്തിന് ബഹ്റൈനിലെത്തിയ നിലമ്പൂർക്കാരായ പ്രശസ്ത യുവ ഗായകൻ ഹനാൻ ഷാ, മലപ്പുറം DCC പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ VS ജോയ്, വ്ലോഗർ ജിംഷാദ് VK എന്നിവരെ ആദരിച്ചു. പാർക്ക് റീജൻസി ഹോട്ടലിൽ ചേർന്ന ചടങ്ങിന് ലേഡീസ് വിംഗ് ആക്ടിംഗ് പ്രസിഡന്റ് ജംഷിദ കരിപ്പായി സ്വാഗതവും പ്രസിഡന്റ് അൻവർ നിലമ്പൂർ അധ്യക്ഷതയും വഹിച്ചു. വൈസ് പ്രസിഡന്റ് തസ്ലിം തെന്നാടൻ, സ്പോർട്സ് വിംഗ് കൺവീനർ ആഷിഫ് വടപ്പുറം, ലേഡീസ് വിംഗ് ഭാരവാഹികളായ ട്രഷറർ ജസ്ന അലി, ചീഫ് കോർഡിനേറ്റർ മെഹ്ജബിൻ സലേജ്, മെമ്പർഷിപ്പ് സെക്രട്ടറി ഷഫ യാഷിഖ്, എന്റർടൈൻമെന്റ് സെക്രട്ടറി ജുമി മുജി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. എക്സിക്യൂട്ടീവ് മെമ്പർ സാജിദ് കരുളായി, വൈഷ്ണവി ശരത്, അനിമോൻ വാണിയലിൽ എന്നിവർ നേതൃത്വം നൽകി. കനോലി കൂട്ടായ്മയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ബഹ്റൈനിൽ വെച്ച് നാടിന്റെ കൂട്ടായ്മയുടെ ആദരവ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഹനാൻ ഷാ, VS ജോയ്, ജിംഷാദ് എന്നിവർ പറഞ്ഞു. അസിസ്റ്റന്റ് ട്രഷറർ ലാലു ചെറുവോട് യോഗത്തിന് നന്ദിയും പറഞ്ഞു. P. കൃഷ്ണപിള്ള അനുസ്മരണം നടത്തി ബഹ്റൈൻ പ്രതിഭ. സ്വാതന്ത്ര്യ സമര സേനാനിയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൽ നേതൃത്വം വഹിക്കുകയും ചെയ്ത P. കൃഷ്ണപിള്ള അനുസ്മരണം നടത്തി ബഹ്റൈൻ പ്രതിഭ ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ പ്രസിഡന്റ് ബിനു മണിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ബിനു കരുണാകരൻ അനുസ്മരണ പ്രഭാഷണവും രക്ഷാധികാരി സമിതി അംഗം NK വീരമണി സമകാലിക രാഷ്ട്രീയ വിശദീകരണവും നടത്തി. കേവലം 42 വയസ്സുവരെ മാത്രം ജീവിച്ച ഒരു ജനതയുടെ വിധി മാറ്റിയെഴുതിയിൽ നിർണായക പങ്കുവഹിച്ച മഹാനായ നേതാവായിരുന്നു P. കൃഷ്ണപിള്ള എന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ ചൂണ്ടിക്കാട്ടി. ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യയിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ വെളിവാകുന്നതെന്നും ഇത്തരം ക്രമക്കേടുകളെ തുറന്നു കാണിക്കാനും ആവർത്തിക്കാതിരിക്കാനും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും രംഗത്തിറങ്ങേണ്ടതുണ്ടെന്നും രാഷ്ട്രീയ വിശദീകരണത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രതിഭ ജോയിന്റ് സെക്രട്ടറി മഹേഷ് KV സ്വാഗതം ആശംസിച്ചു. മുഖ്യ രക്ഷാധികാരി P. ശ്രീജിത്ത്, വനിതാ വേദി സെക്രട്ടറി രീഗ പ്രദീപ് എന്നിവർ വേദിയിൽ സന്നിധരായിരുന്നു. IYCC യൂത്ത് ഫെസ്റ്റ് 2025 സംഘാടന മികവും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ സുബി ഹോംസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച യൂത്ത് ഫെസ്റ്റ് 2025 പ്രമുഖ വ്യക്തികളുടെയും കലാകാരന്മാരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. യുവഗായകൻ ഹനാൻ ഷാ ഉൾപ്പെടെയുള്ളവരുടെ കലാപ്രകടനങ്ങൾ പരിപാടിക്ക് ആവേശം പകർന്നു. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മാത്യു കുഴൽനാടൻ MLA നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് മുഖ്യ അതിഥിയായിരുന്നു. യൂത്ത് ഫെസ്റ്റ് പ്രവർത്തന രൂപരേഖയെക്കുറിച്ച് ആക്ടിംഗ് ജനറൽ കൺവീനർ ബേസിൽ നെല്ലിമറ്റം വിശദീകരിച്ചു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണിൽ, IOC ജനറൽ സെക്രട്ടറി ഖുർഷിദ് ആലം, കേരള സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള, KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, IYCC മാഗസിൻ എഡിറ്റർ ജാഫർ അലി വെള്ളങ്ങര, IYCC ബഹ്റൈൻ വനിതാ വേദി കോർഡിനേറ്റർ മുബീന മൻഷീർ എന്നിവർ സംസാരിച്ചു. യുവജനങ്ങളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും സംഘടനയുടെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും യൂത്ത് ഫെസ്റ്റ് സഹായകമായതായി സംഘാടകർ അഭിപ്രായപ്പെട്ടു. കാൽപന്തുകളിയുടെ മിഷിഹ കേരളത്തിലേക്ക്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തുന്നു. മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചു. നവംബർ 10 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലാണ് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം. കേരള സർക്കാരുമായി ചേർന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഫുട്ബോൾ ലോക ജേതാക്കളെ കേരളത്തിലെത്തിക്കുന്നത്. 2024 സെപ്റ്റംബർ 24-നാണ് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്ന് പ്രഖ്യാപിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഖത്തർ ലോകകപ്പിന്റെ സമയത്ത് തങ്ങൾക്കായി ആർത്തു വിളിച്ച കേരളത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അർജന്റീനയുടെ ദേശീയ ടീം കേരളത്തിലെത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും അബ്ദുൾ റഹ്മാൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി നിരവധി പേർ സൃഷ്ടിച്ച പുകമറ കൂടിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ ഇല്ലാതാവുന്നത്. CPI മുൻ ദേശീയ ജനറൽ സെക്രട്ടറി S. സുധാകർ റെഡ്ഡി അന്തരിച്ചു.
CPI മുൻ ദേശീയ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അന്തരിച്ചു. ഹൈദരാബാദിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 83 വയസ്സായിരുന്നു. 2012 മുതൽ 2019 വരെ CPIയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് അദ്ദേഹം 2019 സ്ഥാനമൊഴിഞ്ഞത്. 1998 മുതൽ 2004 എന്നീ വർഷങ്ങളിൽ 2 തവണ തെലങ്കാനയിലെ നൽഗൊണ്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.